Hi everyone. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യണം എന്ന് വിചാരിച്ചതല്ല, ബട്ട് ഞാൻ ഇന്ന് എടുക്കണമെന്ന് വിചാരിച്ചു. ബട്ട് ഇതിപ്പോൾ നൈറ്റായി, ഇപ്പോൾ നൈറ്റ് ഒരു 12 o'clock ഒക്കെ ആകാറായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇതിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ എടുക്കണമെന്ന് തീരെ വിചാരിച്ചല്ല കേട്ടോ. ഇത് March 31st, അതായത് ഇപ്പം March 31st ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ 12 o'clock ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്തായാലും ഒരു കാര്യം റിവീൽ ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ പല ഷോർട്സിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലൈഫിലൊരു വലിയ കാര്യം നടക്കാൻ പോവാണ്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തായാലും റിവീൽ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുമായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഇന്ന് എടുക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. നാളെ എനിക്ക് ടൈം കിട്ടുമെന്ന് അറിയില്ല എടുക്കാൻ. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇപ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചു. എടുക്കണം തോന്നി, അതുകൊണ്ട് മാത്രം എടുക്കുന്ന കേട്ടോ. എനിക്ക് ചിലപ്പോൾ ബോറായിട്ട് തോന്നുമായിരിക്കും. എന്തായാലും ഞാനത് റിവീൽ ചെയ്യാൻ പോവാണ്. ഞാൻ നാളെ ജർമ്മനിക്ക് പോവാണ് ഗൈസ്. എനിക്കിത് പറയുമ്പോൾ എനിക്കറിയില്ല. എനിക്ക് ഇന്നാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. അതും എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഞാൻ ശരിക്കും പോവാണ്. ആ ഒരു റിയലൈസേഷൻ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോഴും ഉണ്ടായത്. സത്യം പറഞ്ഞത് ഒരുപാട് വെയിറ്റ് ചെയ്തൊരു മൊമെൻ്റാണ്. എനിക്കിതിങ്ങനെ എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇവർക്കിത് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നും, ബട്ട് എനിക്കിത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് കരച്ചിൽ വരണ്ടോ മീൻസ് എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ നാളെ കാണാം ഗൈസ്. കിടന്ന് മോങ്ങും. അറിയില്ല ഞാൻ കരയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ എത്ര നാൾ വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണെന്നറിയാം എനിക്ക് കിട്ടുന്നത്. എൻ്റെ കാര്യങ്ങൾ ജവാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ വേറെ ഉള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെയ്ത് നോക്കുന്നത് വെച്ച് എനിക്ക് അത്ര ലേറ്റ് ഒന്നും ആയില്ല. എങ്കിലും ഈ ജർമ്മൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് നമ്മൾ പഠിച്ചെടുത്ത് B2 വരെ പഠിച്ചെടുത്ത് അത് പഠിച്ചെടുത്ത് എക്സാം എഴുതുന്നത് അത് കഴിഞ്ഞാലും ഒരു 25% ആവുന്നുള്ളൂ. പിന്നെ മെയിനായിട്ട് പ്രോസസ്സിങ് ആണ്. അത് ശരിക്കും നല്ലൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു ടൈമാണ്. ഇൻ്റർവ്യൂ കാര്യങ്ങൾ പാസ്സാവുക, വിസ കിട്ടുക, അത് കഴിഞ്ഞിട്ടും ഒരുപാട് ചലഞ്ചസ് വരും. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ എൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയി. ഞാൻ 11 months എൻ്റെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. എനിക്ക് മാഷാഅല്ലാഹ് എനിക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് അത് പാസ്സാവാനും പറ്റി. അതൊക്കെ ഒരു കാര്യം. എനിക്ക് സെപ്റ്റംബർ ഇൻടേക്ക് കിട്ടില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം ഞാൻ ജൂണൊക്കെ ആയപ്പോഴാണ് പാസ്സായത്. സോ എനിക്ക് സെപ്റ്റംബർ ഇൻടേക്ക് മിസ്സായതായിരുന്നു. സ്വാഭാവികം, കുഴപ്പമില്ല. ഈ ഇൻടേക്ക് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, വിസ കിട്ടി. എനിക്ക് ജാനുവരിയിൽ വിസ കിട്ടിയതാണ്. April 1st എനിക്ക് ക്ലാസ് തുടങ്ങുന്നത്. ഞാൻ പോകുന്നത് April 1st കേട്ടോ. ആൻഡ് അതിന് ശേഷം എനിക്ക് വിസ വന്നതിന് ശേഷമാണ് എനിക്ക് മേജറായിട്ടുള്ള എൻ്റെ പ്രോബ്ലംസ്, ഈ പോകുന്നതിലുള്ള പ്രോബ്ലംസ് എനിക്ക് ഫേസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാറിൻ്റെയൊക്കെ ഇഷ്യൂ കാരണം എൻ്റെ ഫസ്റ്റ് ടിക്കറ്റ് ക്യാൻസലായി. അത് ഇന്നലെ ആട്ടോ, ഇന്നലെ മിനിഞ്ഞാന്ന് എന്തുവാണ് ക്യാൻസലായത്. ബട്ട് നമുക്കറിയായിരുന്നു അതെന്തായാലും ക്യാൻസലാകും. കാരണം കുവൈറ്റ് എയർവേസ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും ക്യാൻസലാവും നമുക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരു ടിക്കറ്റ് എടുത്തു. അങ്ങനെ കുറേ ഫണ്ട് പോയി, അതിൻ്റെ കുറേ ടെൻഷൻ അടിച്ചു. പിന്നെയും ആ ടിക്കറ്റ് എടുത്ത് അതിന് ഒരുപാട് റീഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ വന്നു, ടൈം ചേഞ്ച് ചെയ്യുന്നു, ഒരുപാട് പ്രശ്നം. ഈ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ആ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ ട്രൂലി വിഷ് ചെയ്യുന്നു എന്നെപ്പോലെ ആർക്കും വരരുതെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ഹാപ്പിനെസ്സൊക്കെ എൻജോയ് ചെയ്യാൻ എന്തായാലും നമുക്ക് പറ്റണം. അല്ലെങ്കിൽ അത് ശരിക്കും മിസ്സായി, എനിക്ക് നല്ലപോലെ മിസ്സായി. കാരണം ഈ ഫ്ലൈറ്റിൻ്റെ ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മിസ്സായി. ആ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫേസ് എനിക്ക് സത്യത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇപ്പോൾ എനിക്ക് നിലവിൽ എനിക്ക് തോന്നുന്നത് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് നാളെ ഞാൻ പോവാണ്. ആ ഒരു റിയലൈസേഷൻ എനിക്കിപ്പോൾ വന്നു. എങ്കിലും അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ എടുത്തപ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്തപ്പോൾ ഉണ്ടെങ്കിൽ പോയി ശരിക്കും ഞാൻ പോവാണോ എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് എനിക്കത് മിക്സ്ഡ് ഇമോഷനൊക്കെ എനിക്കൊന്നും റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഫീലിങ്സ് എന്താണോ ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്താണെങ്കിലും നിനക്കെന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. നിനക്കെന്താ തോന്നുന്നത് ഞാൻ പോകുന്നതിൽ? നീ പോകും
എനിക്കൊന്നും തോന്നുന്നില്ല ഗൈസ്. അവർക്കൊന്നും തോന്നില്ല ഗൈസ് ഞാൻ പോകുന്നതിനെ പറ്റി അവർക്കൊന്നും പറയാനുമില്ല. ലൈക്ക് എനിക്കും അറിയത്തില്ല എന്താ പറയേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല. എന്താണെങ്കിലും ഞാനിത് എന്തായാലും ജർമ്മനിൽ എത്തിയതിന് ശേഷം മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പോകാൻ പറ്റാതിരുന്നാലും ലൈക്ക് അങ്ങനെ വരാതിരിക്കട്ടെ. എന്തായാലും എല്ലാം സെറ്റാണ്. ഞാൻ നാളെ നൈറ്റാണ് ഇവിടുന്ന് പോകുന്നത്. എനിക്ക് നാളെ കഴിഞ്ഞ് 4:30 മോർണിംഗ് 4:30ക്കാണ് എനിക്ക് ഫ്ലൈറ്റ് വരുന്നത്. എമിറേറ്റ്സ് ആണ്. ദെൻ കൊച്ചി ടു ദുബായ്, ദുബായ് ടു ഫ്രാങ്ക്ഫർട്ട്, അങ്ങനെയാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. എനിക്കറിയില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഒന്നും എനിക്കറിയത്തില്ല. ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, നമുക്കതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ എന്തായാലും എത്തിയതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തുള്ളൂ. ഈ വീഡിയോ എനിക്കിപ്പം ഇത് ചെയ്യണം എന്ന് തോന്നി. ലൈക്ക് ഞാൻ ജർമ്മനിക്ക് പോകുന്നത് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ചെയ്യാനാണ് കേട്ടോ. ലൈക്ക് നിങ്ങൾക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ അതായത് ജർമ്മൻ പഠിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് നല്ല ഹാപ്പിനെസ്സാണ്, വീട്ടുകാരും നല്ല ഹാപ്പിയാണ്. എനിക്ക് എന്തായാലും നല്ല കുറേ സപ്പോർട്ടിങ് ഫാമിലി കിട്ടിയതിലും ഞാൻ ഭയങ്കര ലക്കിയാണ്. എനിക്ക് ആകെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദറിന് വരാൻ പറ്റിയില്ല. ഫാദർ ബഹ്റിനിലായിരുന്നു. ഇപ്പോൾ വാറൻറ്റി ഇഷ്യൂ ഒക്കെ നടക്കുന്നതുകൊണ്ട് പുള്ളിക്കും വരാൻ പറ്റിയില്ല. വരാനിരുന്നതാണ്. അതിൻ്റെ കുറച്ച് വിഷമമുണ്ട്. ബട്ട് എന്തായാലും എല്ലാത്തിനും നമുക്ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നല്ലേ, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാം. നല്ല രീതിക്കെല്ലാം നടക്കുമെന്നും പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ ഞാൻ റിവീൽ ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന കാര്യം. അതെന്തായാലും ഞാനിപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ലൈക്ക് എന്തെങ്കിലും ഇതിപ്പോൾ ഞാൻ പറയണ്ടേ, എനിക്കറിയില്ല ഗൈസ്, എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആൻഡ് വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. എന്നാലും ഞാൻ നാളെ പോകുമ്പോൾ ഉള്ള വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഒന്നും അറിയില്ല. ഇതെല്ലാം എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പോവാണ് അങ്ങനെയല്ല, ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പിയാണ്. ഞാൻ ഇതിനി പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് വലിച്ചിട്ട് കൊളാക്കി ചാളാക്കും. കാരണം എനിക്ക് എന്നെ പറയേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് എന്തൊക്കെയൊക്കെ തോന്നുന്നുണ്ട്, ബട്ട് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ റിവീൽ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം. എന്തായാലും ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.